എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇനി മുതൽ സുഡാപ്പികൾ ഇന്ത്യയിൽ നിന്ന് ചാണകം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കിയേക്കണം. കുവൈറ്റും സൗദിയും UAEയും ഒക്കെയാണ് ലിസ്റ്റിലെ ടോപ്പ് റാങ്കിലുള്ളത്. ഇന്ത്യയിൽ ഏകദേശം 300 ദശലക്ഷം പശുക്കൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവ ദിവസവും അപ്പിയിട്ടാൽ ഇവയിൽ നിന്ന് 30 ദശലക്ഷം ടൺ ചാണകം മാത്രമേ കിട്ടുകയുള്ളൂ. തൽക്കാലം ചാണകം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ആവശ്യപ്പെടുന്ന അളവിൽ ഇവർക്കൊന്നും കൊടുക്കാൻ സാധിക്കില്ല. കുവൈറ്റ് മാത്രം ഓർഡർ ചെയ്ത് 192 മെട്രിക് ടൺ ചാണകമാണ്. ഇതൊക്കെ മാസങ്ങളെടുത്താണ് കൊടുത്തു തീർത്തത്. UAEയും സൗദിയും ഒക്കെ ക്യൂവിലാണ്. ഇവർക്ക് എന്തിനാണ് ഈ ചാണകം എന്നല്ലേ? തറമെഴുകാനൊന്നുമല്ല കേട്ടോ. മിലാഫ് കോള എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മിലാഫ് കോളയ്ക്ക് രുചി കിട്ടണമെങ്കിൽ ചാണകം വേണം മക്കളെ. നല്ല പച്ച ചാണകം കലക്കി ഈന്തപ്പനയുടെ ചുവട്ടിൽ വളമായിട്ടില്ലെങ്കിൽ ഈന്തപ്പനകൾ പന പോലെ വളരില്ല. ഈന്തപ്പഴത്തിന് രുചിയും കിട്ടില്ല. അതാണ് കാര്യം. അടുത്തിടെ കാർഷിക രംഗത്തെ ശാസ്ത്രജ്ഞർ ചാണകത്തിന്റെ ചില പ്രത്യേക ഗുണങ്ങളെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഗൾഫ് നാടുകളിലെ ഈന്തപ്പന വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഒന്നാണ് ചാണകം എന്നായിരുന്നു കണ്ടെത്തൽ. ചാണകം വളമായി ഉപയോഗിക്കുന്നതിലൂടെ മൊത്തത്തിലെ ഉൽപാദനവും വിളകളുടെ വലുപ്പത്തിലും വലിയ വ്യത്യാസമുണ്ടായി. ഇതോടെ കുവൈറ്റിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ചാണകത്തിന് ആവശ്യക്കാരേറി. ഇന്ത്യയിലെ ചാണക കയറ്റുമതിയും ഇരട്ടിക്കുകയായിരുന്നു. നിലവിൽ ഇന്ത്യയിൽ 30 മുതൽ 50 രൂപ വരെയാണ് 1 കിലോ ചാണകത്തിന്റെ വില. അമേരിക്കയിലേക്കും മറ്റും നേരത്തെ തന്നെ ചാണകം കയറ്റി അയക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ ചാണകത്തിന് കൂടുതൽ ആവശ്യമായി എത്തിയാൽ വില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു മുന്നറിയിപ്പ്: ചാണകത്തിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടെങ്കിലും നല്ല വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉപയോഗിക്കാതെ കൂട്ടിയിട്ടാൽ രോഗകാരികളായ ബാക്ടീരിയകൾ വളരാനിടയുണ്ട്. സൂക്ഷിക്കണം.